പശ്ചിമേഷ്യയിൽ മഞ്ഞുരുകുകയാണോ? ഏറ്റവും ഒടുവിൽ വരുന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇറാനും US-ഉം തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യമാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. US-ഉമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ചർച്ച പുനരാരംഭിക്കാൻ ചില ഡിമാൻഡുകളും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചർച്ച നീതിയുക്തമായിരിക്കണം, ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കണം, സുതാര്യമായിരിക്കണം തുടങ്ങിയ ഡിമാൻഡുകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ ചർച്ച പുനരാരംഭിക്കാൻ സന്നദ്ധമാണെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. വലിയ ആശ്വാസം നൽകുന്ന നീക്കമാണിതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മേഖലയിൽ ഉരുണ്ടുകൂടിയ സംഘർഷത്തിന് വലിയ അയവ് വരുത്താൻ ഇറാന്റെ പ്രഖ്യാപനം സഹായിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ US-ഉം ഇറാനും കൊമ്പ് കോർത്തിരുന്നു. ഇറാന്റെ ഡ്രോൺ US യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടു. അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന US പടക്കപ്പൽ USS എബ്രഹാം ലിങ്കണാണ് ഇറാന്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. ഡ്രോൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെയാണ് സമീപിച്ചത്. അതാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്നാണ് സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അവകാശപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് അറബിക്കടലിൽ വെച്ച് ഇറാന്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. കപ്പലിലെ F-35C യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നും US സൈനിക വക്താവ് പറഞ്ഞു. വലിയ ആശങ്ക ഉയർത്തിയ വാർത്തയായിരുന്നു ഇത്. പിന്നാലെയാണ് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ച് ഇറാന്റെ പ്രസിഡന്റ് തന്നെ എത്തിയത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാനെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകും. US ആക്രമണം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിയിടുമെന്നും ഖമേനി പറഞ്ഞു. ഇറാനുമായൊരു കരാറിലെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ഖമേനി. ഖമേനിയുടെ മുന്നറിയിപ്പിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചിരുന്നു. ട്രംപിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നോ ഇല്ലയോ എന്ന് അപ്പോൾ മനസ്സിലാക്കാം. ട്രംപ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. US-ന്റെ താൽപ്പര്യം ഇറാനിലെ എണ്ണ, പ്രകൃതിവാതകം, മറ്റ് ധാതുസമ്പത്ത് എന്നിവയിലാണെന്നാണ് ഖമേനി തുറന്നടിച്ചത്. ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പദ്ധതിയില്ല, എന്നാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നാൽ ഇറാൻ അവർക്ക് ശക്തമായ മറുപടി നൽകും. ഖമേനി ഇങ്ങനെയാണ് തുറന്നടിച്ചത്.